തൃശൂർ കുരുവിലശ്ശേരിയിൽ 55-കാരനെ അടിച്ചുകൊന്നു. പഞ്ഞിക്കാരൻ തോമസ് എന്ന വ്യക്തിയെയാണ് പലക കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ അയൽവാസിയും കാപ്പ കേസ് പ്രതിയുമായ പ്രമോദ് പിടിയിലായി. അനീഷ് ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് സംഭവിച്ചത്? ഇവർ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കാപ്പ കേസ് പ്രതിയാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, അനീഷ് ആന്റണി? വനേഷ്, ഇന്ന് വൈകിട്ട് 5:30 ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം നടന്നത്. സംഭവം നടന്നത് മാള കുരുവിലശ്ശേരിയിൽ വെച്ചാണ്. അയൽവാസികളാണ് കൊല്ലപ്പെട്ട തോമസും മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പ്രമോദും. ഇവരും തമ്മിൽ ദീർഘനാളായി ശത്രുതയിലായിരുന്നു എന്നാണ് അയൽവാസികൾ, പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഇവർ തമ്മിൽ നേരത്തെയും ഇത്തരത്തിൽ അടിപിടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇവർ തമ്മിൽ ഇത്ര ശത്രുതയ്ക്ക് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഇന്ന് വൈകിട്ട് 5:30 ഈ പ്രമോദ് എന്ന് പറയുന്ന കാപ്പാക്കേസ് പ്രതി കൂടിയാണ്. കേസുകൾ നിരവധി ഉള്ള ആളുകൂടിയാണ് പ്രമോദ്. ഈ പ്രമോദ് കോൺക്രീറ്റ് കഷ്ണവും അതുപോലെ തന്നെ മരത്തിന്റെ പലകയും ഉപയോഗിച്ച് തോമസിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. തോമസിന്റെ 2 കാലും 1 കൈയും തല്ലിയൊടിച്ചു, തലയിലും ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന്റെ ആഘാതത്തിലാണ് തോമസ് മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ, ആ ദൃശ്യങ്ങളിൽ കാണാം, സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആണ് തോമസ് മരണപ്പെട്ടത്. ഈ സംഭവം നടന്ന അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് എത്തിയപ്പോഴേക്കും ഈ കൃത്യം നടത്തിയ ശേഷം പ്രമോദ് ഒളിവിൽ പോയി. തുടർന്ന് മാള വലിയ പറമ്പിൽ വെച്ച് ഓട്ടോയിൽ വന്നിറങ്ങുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ പ്രതി മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ദാരുണമായ, അങ്ങനെ തന്നെ പറയണം, ദാരുണമായി മർദ്ദിച്ച് അതിദാരുണമായിട്ടാണ് ഈ തോമസിന് 55 വയസ്സുകാരനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൈ കാല് ഉൾപ്പെടെ തല്ലിയൊടിച്ചു, തലയിലും ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. എന്തായാലും പ്രതി പിടിയിലായി. രക്ഷപ്പെട്ട് അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാനായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മാള പോലീസ് പ്രതി രക്ഷപ്പെട്ട വിവരമറിഞ്ഞ് മാള വലിയപറമ്പ് സെന്ററിൽ വന്നിറങ്ങുമെന്ന ഒരു മുൻ വിവരമറിഞ്ഞ് അവിടെ വെച്ച് തന്നെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഈ പ്രമോദിനെ പിടികൂടുകയായിരുന്നു. പ്രമോദിനെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യുകയാണ്. ഇതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ബനേഷ്, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൽ ചില കാര്യങ്ങൾ അനീഷ് ആന്റണിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. അത്രമേൽ ഈ നിമിഷങ്ങളിലോ അടുത്ത നിമിഷങ്ങളിലോ പ്രേക്ഷകർക്ക്, മനസാക്ഷിയുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വികൃതമാക്കപ്പെട്ട രീതിയിലാണ് ആ മൃതശരീരമുള്ളത്. ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിലെ ആ പലക കൊണ്ടാണോ അടിച്ചിട്ടുള്ളത്? വലിയ നീളത്തിലുള്ള കട്ടി കൂടിയ ഒരു പലകയാണല്ലോ അത്. തീർച്ചയായും മനേഷ്, ആ പലക കൊണ്ടാണ്, ആ പലകയിൽ രക്തത്തിന്റെ പാടുകൾ കാണാം. ആ പലക കൊണ്ടാണ് ഈ തോമസിനെ ക്രൂരമായി മർദ്ദിച്ചത്. വിവസ്ത്രനായി മരിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു തോമസിന്റെ മൃതദേഹം പോലീസ് എത്തുമ്പോൾ കണ്ടെത്തിയത്. അത്ര അതിക്രൂരമായി തന്നെ ഈ തോമസിനെ മർദ്ദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. 2 കാല് തല്ലിയൊടിച്ചു, കൈ തല്ലിയൊടിച്ചു, തലയിലും ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദനത്തിന്റെ ഒക്കെ ആഘാതത്തിലാണ് തോമസ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും വലിയ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, രക്ഷപ്പെട്ട പ്രതിയെ ആ സ്ഥലത്തു നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ, ജില്ല വിട്ട് പോകുന്നതിന് മുൻപ് തന്നെ പോലീസിനെ പിടികൂടാനായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകാതെ തന്നെ കടക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബനേഷ്, ഈ കാപ്പ കേസ് പ്രതി ഒരു ചെറുപ്പക്കാരനാണോ? തീർച്ചയായും മനീഷ്, ചെറുപ്പക്കാരൻ, യുവാവാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ്. സ്വാഭാവികമായും നിരവധി കേസുകളിൽ പ്രതിയായി പൊതുശല്യമാകുന്ന ഒരാളെയാണ് കാപ്പ കേസ് ചുമത്തുക. അത്തരത്തിൽ കാപ്പ കേസ് ചുമത്തപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ പ്രമോദ്. ചെറുപ്പക്കാരനാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചെറുപ്പക്കാരൻ എന്ന് തന്നെയാണ്. അനീഷ് ആന്റണി, ഒരു 7:53 അയച്ച ഒരു ദൃശ്യം എന്റെ മുമ്പിലുണ്ട് ഇപ്പോൾ. ആ ദൃശ്യത്തിൽ ഒരു ചെറുപ്പക്കാരനായ ആളെ പോലീസ് തെളിവെടുക്കുന്നത് പോലെയുള്ള ദൃശ്യം. അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമില്ല മനീഷ്, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രതിയെ തെളിവെടുപ്പിനൊന്നും അറസ്റ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. അറസ്റ്റിന് ശേഷമാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും. അതെന്തായാലും നാളേക്ക് ആയിരിക്കും ഉണ്ടാകും. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മാള പോലീസ് ചെയ്തു വരുന്നത്. മനീഷ്, അതെ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും കാപ്പ കേസ് പ്രതി പോലെയുള്ള ഒരു പ്രതിയെ പിടികൂടാൻ വേണ്ടി ഒരു പോലീസ് ധൈര്യത്തോടുകൂടി ചെല്ലുകയും പിന്നീട് ആ പോലീസിന് തിരിച്ച് ആക്രമണം നേരിട്ട് തോളത്ത് വലിയ രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കാപ്പ കേസ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രതി ജാമ്യത്തിലായിരുന്നു, അല്ലെങ്കിൽ സാധാരണ കാപ്പ കേസ് പ്രതികളെ ജില്ല വിട്ട് നാട് കടത്താറുണ്ടല്ലോ, അതും സംഭവിച്ചിട്ടില്ലായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾക്ക് അറിയാനുള്ളതേ ഉള്ളൂ അല്ലേ അനീഷ് ആന്റണി?
തീർച്ചയായും കാപ്പ കേസ് ഇത്ര നാളത്തേക്ക് നാട് കടത്തുക എന്നതാണ്. അത് കഴിഞ്ഞാൽ തിരികെ നാട്ടിലേക്ക് വരാം. എന്തായാലും അങ്ങനെ ശിക്ഷ കഴിഞ്ഞ് വന്ന ആളാണോ അതോ കാപ്പ ചുമത്തി നാട് കടത്തിയതിനു ശേഷം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ തിരികെ വന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇനി പോലീസാണ് വിശദീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം തരുമെന്നാണ് നമ്മൾ കരുതുന്നത്. ബനേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒല്ലൂരിലാണ് ആ സംഭവം ഉണ്ടായത്. ഒല്ലൂർ SHO ആയിരുന്ന ഒല്ലൂർ CI ആണ് ഇത്തരത്തിൽ അന്ന് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ആൾ കുത്തി പിടികൂടാൻ ചെന്നപ്പോൾ കുത്തി പരിക്കേൽപ്പിച്ചത്. തുടർന്ന് അന്ന് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും വലിയ രീതിയിലുള്ള അസഭ്യവർഷമൊക്കെ പോലീസിന് നടത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അന്ന് വാർത്ത നൽകിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മാളയിൽ ഇത്തരത്തിൽ മറ്റൊരു കാപ്പ കേസ് പ്രതി അയൽവാസിയെ ഇത്തരത്തിൽ മരപ്പലക കൊണ്ടും അതുപോലെ കോൺക്രീറ്റ് കഷ്ണമൊക്കെ ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ബനേഷ്, അതെ, കേരള വിഷൻ ന്യൂസിലൂടെയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ ആദ്യത്തെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അല്പസമയത്തിനകം നമ്മൾ ഈ വാർത്തയും അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് തിരികെ എത്തും. ആതിര CS നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അടുത്ത വാർത്ത അല്പസമയത്തിനകം ആതിര CS നമ്മോടൊപ്പം ചേർന്ന് പ്രേക്ഷകരിലേക്ക് ഒരുമിച്ച് വരും. നമസ്കാരം.